വിമാനയാത്രകൾ പലപ്പോഴും യാന്ത്രികമാണ്. ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ധൃതിക്കിടയിൽ സഹയാത്രികരെയോ വിമാനത്തിലെ ജീവനക്കാരെയോ ശ്രദ്ധിക്കാൻ പലരും മറന്നു പോകാറുണ്ട്. എന്നാൽ 35,000 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു എമിറേറ്റ്സ് വിമാനത്തിനുള്ളിൽ നടന്ന ഒരു കൊച്ചു സംഭവം ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം ഞെട്ടിച്ചിരിക്കുകയാണ്. വിവേക് പാട്ടിൽ എന്ന കലാകാരനും ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് അറ്റൻഡറും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണിത്. ഒരു ചെറിയ പെൻസിൽ സ്കെച്ചിലൂടെ അപരിചിതരായ രണ്ടുപേർ എങ്ങനെ പരസ്പരം സന്തോഷം പങ്കുവച്ചു എന്നത് കലയുടെയും മനുഷ്യത്വത്തിന്റെയും വലിയൊരു പാഠമാണ്. സാധാരണയായി വിമാനയാത്രകളിൽ ആളുകൾ സിനിമ കാണാനോ ഉറങ്ങാനോ ആണ് സമയം ചെലവഴിക്കാറുള്ളത്. എന്നാൽ വിവേക് പാട്ടിൽ തന്റെ സ്കെച്ച് ബുക്കും പെൻസിലുമായി മറ്റൊരു ലോകത്തായിരുന്നു. വിമാനത്തിലെ യാത്രക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന മുഖത്ത് എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് വിവേകിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ ജോലിയിൽ അവർ പുലർത്തുന്ന ആത്മാർത്ഥതയുടെ അവരുടെ സൗമ്യമായ ഭാവങ്ങളും വിവേകിനെ ഒരു ചിത്രം വരയ്ക്കാൻ പ്രേരിപ്പിച്ചു. താൻ വരയ്ക്കുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. വിമാനത്തിന്റെ ഇടനാഴിയിലൂടെ അവർ നടന്നു പോകുമ്പോഴെല്ലാം അവരുടെ മുഖഭാവങ്ങൾ വിവേക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വളരെ വേഗത്തിൽ എന്നാൽ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ വിവേക് ആ ചിത്രം പൂർത്തിയാക്കി. വെറും ഒരു ചിത്രമായിരുന്നില്ല അത്, ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയുടെ അർപ്പണബോധത്തോടുള്ള ആദരവ് കൂടിയായിരുന്നു ആ പെൻസിൽ സ്കെച്ച്. ചിത്രം പൂർത്തിയായ ശേഷം വിവേക് ആ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ അടുത്തേക്ക് വിളിച്ചു. എന്തോ സഹായം ചോദിക്കാനാണെന്ന് കരുതി അരികിലെത്തി അവർക്ക് മുന്നിലേക്ക് വിവേക് ആ പേപ്പർ നീട്ടി. തന്റെ ചിത്രം അത്രയും മനോഹരമായി പേപ്പറിൽ പകർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ ഒരു നിമിഷം സ്തബ്ധയായി പോയി. വിശ്വസിക്കാനാവാത്ത കണ്ണുകളോടെ അവർ ആ ചിത്രം നോക്കി നിന്നു. ആ അമ്പരപ്പ് പെട്ടെന്ന് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. ആ ജീവനക്കാരുടെ സന്തോഷം ആ വിമാനം മുഴുവൻ പടരുന്നത് പോലെയായിരുന്നു. തന്റെ ജോലി ഇത്രയേറെ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്നോ അതിന് ഇത്തരമൊരു സമ്മാനം ലഭിക്കുമെന്നോ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. അവരുടെ കണ്ണുകളിൽ വിരിഞ്ഞ ആ തിളക്കം വിവേകിന്റെ ക്യാമറയിൽ പതിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത്. കലയ്ക്ക് അതിരുകളില്ല. വിവേക് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചപ്പോൾ അദ്ദേഹം എഴുതിയ വരികൾ ശ്രദ്ധേയമായിരുന്നു. 35,000 അടി ഉയരത്തിൽ അവർ പുഞ്ചിരിക്കുന്നു. ഞാനത് പേപ്പറിലാക്കി തിരിച്ചു നൽകി. അവരുടെ ആ പ്രതികരണം ഈ യാത്രയെ മറക്കാനാവാത്തതാക്കി. ഈ വാക്കുകൾ കലയുടെ യഥാർത്ഥ ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വീഡിയോ വൈറലായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമന്റുകളുടെ പ്രവാഹമായി. ഓരോ ജോലി ചെയ്യുന്ന വ്യക്തിക്കും അർഹമായ അംഗീകാരമാണിത്. തിരക്കിനിടയിൽ ആരും കാണാതെ പോകുന്ന കഠിനാധ്വാനത്തെ ഒരാൾ ആദരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുവെന്ന് ഒരു ഉപയോക്താവ് കുറിച്ചു. അപരിചിതർ തമ്മിലുള്ള ഈ സ്നേഹപ്രകടനം ലോകം എത്ര മനോഹരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മറ്റുള്ളവർ കമന്റ് ചെയ്തു. തന്റെ യാത്ര മനോഹരമാക്കിയ ആ ജീവനക്കാരിയെ കണ്ടെത്താൻ എമിറേറ്റ്സ് എയർലൈൻസ് സഹായിക്കണമെന്ന് വിവേക് പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ ചിത്രം അവർക്ക് ഒരു വലിയ നിധിയായി സൂക്ഷിക്കാൻ കഴിയട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ലളിതമായ കാര്യങ്ങൾ, വലിയ മാറ്റങ്ങൾ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വലിയ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടാറുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങളിലൂടെ മറ്റൊരാളുടെ ദിവസം ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. ആ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ ജോലി ദിവസമായിരുന്നില്ല. ഒരുപക്ഷെ ജോലിയുടെ ക്ഷീണത്തിലായിരുന്ന അവർക്ക് ആ ചിത്രം വലിയൊരു ക്രമമായി മാറിയിരിക്കാം. വിവേക് പാട്ടീൽ എന്ന യാത്രികൻ അവിടെ ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മനുഷ്യസ്നേഹി കൂടിയാവുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് ഇത്തരം പോസിറ്റീവ് വാർത്തകൾക്ക് വലിയ സ്ഥാനമുണ്ട്. വിവേകിന്റെ ഈ പ്രവർത്തനം മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. തങ്ങളെ സഹായിക്കുന്നവരോട്, അതൊരു നഴ്സ് ആകട്ടെ, സെക്യൂരിറ്റി ആകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ ആകട്ടെ, അവരോട് ഒരു നന്ദി പറയാനോ ചെറിയ രീതിയിൽ അവരെ അഭിനന്ദിക്കാനോ നാം സമയം കണ്ടെത്തണം. ആകാശത്ത് വിരിഞ്ഞ ഈ പുഞ്ചിരി നമ്മോട് പറയുന്നത് സ്നേഹത്തിന് ഭാഷയോ നാടോ ഇല്ലെന്നാണ്. കലയിലൂടെയും കരുതലിലൂടെയും ലോകത്തെ കുറച്ചുകൂടി മനോഹരമായ ഒരിടമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. വിവേക് പാട്ടീലിന്റെ പെൻസിൽ സ്കെച്ച് ആ എമിറേറ്റ്സ് ജീവനക്കാരന്റെ മനസ്സ് നിറച്ചതുപോലെ ആ വാർത്ത കേൾക്കുന്ന എല്ലാവരിലും ഒരു പുഞ്ചിരി വിടർത്താൻ സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ ജീവനക്കാരിയെ കണ്ടെത്താനും ഈ ചിത്രം അവരുടെ കുടുംബത്തിലെ ഒരു അമൂല്യ ശേഖരമായി മാറാനും നമുക്ക് ആശംസിക്കാം.